അയൽക്കാരായ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒരുമിച്ച് കളിക്കുകയായിരുന്നു. ആൺകുട്ടിയുടെ കൈവശം കുറേയേറെ ഗോലികളും പെൺകുട്ടിയുടെ കയ്യിൽ കുറേയേറെ ചോക്ലേറ്റും ഉണ്ടായിരുന്നു. ആൺകുട്ടിക്ക് ചോക്ലേറ്റ് ഇഷ്ടമായിരുന്നതിനാൽ അവയ്ക്കു പകരമായി തൻ്റെ എല്ലാ ഗോലികളും നൽകാമെന്ന് അവൻ അവളോട് പറഞ്ഞു. അവൾ അത് സമ്മതിച്ചു. ആൺകുട്ടി ഏറ്റവും മനോഹരമായ ഒരു ഗോലി മാറ്റിവെച്ച് ബാക്കിയുള്ളവ പെൺകുട്ടിക്ക് നൽകി. പെൺകുട്ടി വാഗ്ദാനം ചെയ്തതുപോലെ എല്ലാ ചോക്ലേറ്റും അവന് നൽകുകയും ചെയ്തു. എന്നാൽ അന്ന് രാത്രി ആൺകുട്ടിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവനൊരു സംശയം. താൻ ഏറ്റവും മികച്ച ഗോലി ഒളിച്ചു വെച്ചതുപോലെ അവൾ കുറേ ചോക്ലേറ്റ് ഒളിച്ചു വെച്ചിട്ടുണ്ടാവുമോ എന്ന്. നാം എത്രമാത്രം വിശ്വസ്തരായിരിക്കുന്നുവോ അതുപോലെ മാത്രമേ മറ്റുള്ളവരെ വിശ്വസ്തരായി കാണുവാൻ കഴിയൂ. നാം ചതിവ് കാട്ടുമ്പോൾ മറ്റുള്ളവരും അങ്ങനെയാണെന്ന് ചിന്തിച്ചേക്കാം. മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളത വിശ്വസ്തതയിൽ ആശ്രയിച്ചിരിക്കുന്നു. ഒരു വഞ്ചകന് ആരെയും വിശ്വസ്തരായി കാണുവാൻ കഴിയില്ല. ഇന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണിത്. വ്യക്തിബന്ധങ്ങളിലും സാമ്പത്തിക രംഗങ്ങളിലുമെല്ലാം ഈ അവിശ്വസ്തത കടന്നുകൂടിയിരിക്കുന്നു. അഴിമതിയെക്കുറിച്ചുള്ള വലിയ ആരോപണം ഈ കാലത്ത് നാം കേൾക്കാറുണ്ടല്ലോ. ആരോപണം ഉന്നയിക്കുന്നവർ ആരും അഴിമതി കാണിക്കില്ല എന്ന് പറയാനാവാത്ത സാഹചര്യമാണ്. സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക, ആധ്യാത്മിക രംഗങ്ങളിലെല്ലാം ഇത് പടർന്നു പിടിച്ചിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഫലം ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന തകർച്ചയും അരാജകത്വവും തന്നെ. ഇന്ന് കുടുംബജീവിതത്തിലും ഈ പ്രശ്നം കടന്നുകൂടിയിരിക്കുന്നു. ഭാര്യ-ഭർതൃബന്ധത്തിലെ അവിശ്വസ്തത അനേക കൊലപാതകങ്ങൾക്കും കാരണമായിട്ടുണ്ടല്ലോ. മാതൃപിതൃ പുത്രബന്ധങ്ങളെയും അവിശ്വസ്തത വികലമാക്കിയിരിക്കുന്നു. വ്യക്തിപരമായി ജീവിതം പരിശോധിച്ചാൽ നാം വിശ്വസ്തരാണ് എന്ന് നമുക്ക് നമ്മോട് തന്നെ പറയുവാൻ കഴിയുമോ? അവർ വിശ്വസ്തരോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉചിതം ഞാൻ വിശ്വസ്തനോ വിശ്വസ്തയോ എന്ന് ചിന്തിക്കുന്നതല്ലേ?